നന്ദി ആരോട്? പാലക്കാട് മുന്നേറ്റത്തിൽ BJP ശരിക്കും ആരോടാണ് നന്ദി പറയേണ്ടത്? BJP നന്ദി പറയേണ്ടത് സന്ദീപ് വാര്യരോടാണ്. സന്ദീപ് വാര്യർ ചെയ്തു കൊടുത്തത് വലിയ സഹായമാണ്, വലിയ ഉപകാരമാണ്. കാരണം ഈ കൃഷ്ണകുമാർ എന്ന സ്ഥാനാർത്ഥിയോട് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ചില അതൃപ്തി ഉണ്ടായിരുന്നു. അതായത് കൃഷ്ണകുമാറിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ അദ്ദേഹം സ്വീകരിക്കുന്ന നിലപാടുകളെക്കുറിച്ച് ഒക്കെ ഒരുപാട് പരാതികളുണ്ടായിരുന്നു. അത് വലിയ ഒരു ഗ്രൂപ്പിസത്തിലേക്കോ പാർട്ടിക്കുള്ളിലെ പോരിലേക്കോ ഒന്നും അത് പോയിരുന്നില്ല. പക്ഷേ എങ്കിലും വലിയ തോതിൽ അസംതൃപ്തരുണ്ടായിരുന്നു. ആ അസംതൃപ്തർ ഈ സന്ദീപ് വാര്യരുടെ ചുവടുമാറ്റം അവരെ വല്ലാതെ പ്രകോപിപ്പിച്ചു. ചടകുടഞ്ഞെഴുന്നേറ്റ് അവർ സടകുടഞ്ഞെഴുന്നേറ്റ്. അതായത് കൃഷ്ണകുമാർ മത്സരിക്കട്ടെ, എന്തെങ്കിലും ആകട്ടെ, നമ്മളിപ്പോൾ കാര്യമായിട്ട് നമ്മുടെ ഒരു അതൃപ്തി പ്രകടിപ്പിക്കാൻ കിട്ടുന്ന, പരസ്യമായിട്ടല്ലെങ്കിൽ അതൃപ്തി പ്രകടിപ്പിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണിത്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നിന്ന് ഇദ്ദേഹത്തിന് ശ്രീകണ്ഠനുമായിട്ട് ഏതാണ്ട് 10,000 വോട്ടിൻ്റെ വ്യത്യാസം ഉണ്ടായിരുന്നു. അതിന് കാരണം കൃഷ്ണകുമാറിനോട് പാലക്കാട് മണ്ഡലത്തിൽ, പ്രത്യേകിച്ച് മുനിസിപ്പാലിറ്റി ഏരിയയിൽ ഉള്ള അതൃപ്തിയാണ്. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു. പക്ഷേ ഇവിടെ അത് പ്രതിഫലിക്കില്ല. അതിന് കാരണം സന്ദീപ് വാര്യറാണ്. സന്ദീപ് വാര്യരുടെ ഈ ചുവടുമാറ്റം, കോൺഗ്രസിലേക്കുള്ള പ്രവേശനം, പാണക്കാട് തങ്ങളെ കണ്ടത്, ജിഫ്രി മുത്തുക്കോയ തങ്ങളെ കണ്ടത് ഒക്കെ അതൊരു രാഷ്ട്രീയ നേതാവ് കാണുന്നതാണ്. പക്ഷേ അതിനെ പാലക്കാടുള്ള BJP സംഘപരിവാർ പ്രവർത്തകർ അതിനെ കണ്ടത് മറ്റൊരു തരത്തിലാണ്. അവർ സന്ദീപിൻ്റെ ഈ നിറം മാറ്റത്തെ, അല്ലെങ്കിൽ ഈ ചുവടുമാറ്റത്തെ വളരെ ശക്തമായിട്ട് മറുപടി കൊടുക്കണം, ശക്തമായ പ്രതികരണം അതിനോട് വേണം, അത് വോട്ടെടുപ്പിൽ പ്രതിഫലിപ്പിക്കണം എന്ന് അവർ തീരുമാനിച്ചു. അതുകൊണ്ടാണ് പാലക്കാട് BJPക്ക് വലിയ മുന്നേറ്റം സാധ്യമായത്. എന്ന് മാത്രമല്ല, മുനിസിപ്പൽ ഏരിയയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഈ മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടായിരുന്ന ഈ അതൃപ്തി ഉണ്ടായിരുന്ന ആൾക്കാർ ഒറ്റക്കെട്ടായിട്ട് കൃഷ്ണകുമാറിന് വേണ്ടി ഈ അവസാന നിമിഷങ്ങൾ, ആ കൊട്ടിക്കലാശം നമുക്കത് കണ്ടാൽ മനസ്സിലാവും. ആ സമയത്ത് സന്ദീപ് വാര്യർ പോയതിന് ശേഷം വോട്ടെടുപ്പ് വരെ, ഇപ്പോൾ വോട്ടെടുപ്പ് കഴിഞ്ഞിട്ട് പോലും അവർ ഒറ്റക്കെട്ടായിട്ട് കൃഷ്ണകുമാറിൻ്റെ കീഴിൽ അടിയുറച്ച് നിൽക്കുകയാണ്. ഇപ്പോൾ കൃഷ്ണകുമാറിന് മുമ്പ് എങ്ങുമില്ലാത്ത ഒരു പരിവേഷം ഇവിടെ കിട്ടി. അതിന് കാരണം സന്ദീപ് വാര്യറാണ്. പറയും. BJP നാളെ താമര വിരിഞ്ഞാൽ സുരേന്ദ്രൻ ജനകീയനാകും. തീർച്ചയായിട്ടും സുരേന്ദ്രൻ ജനകീയനാകും എന്ന് മാത്രമല്ല, സുരേന്ദ്രന് കേന്ദ്ര നേതൃത്വത്തിൻ്റെ മുന്നിൽ തല ഉയർത്തി നിൽക്കാം. അദ്ദേഹത്തിൻ്റെ ഗ്രാഫ് വല്ലാതെ ഉയരും. ഒരു പക്ഷേ അടുത്ത MP വരെ, മന്ത്രിസ്ഥാനം വരെ സുരേന്ദ്രനെ കാത്തിരിക്കുന്നു. ഇത്രയും നാൾ പല ആളുകളും ആക്ഷേപിച്ച വിമർശിച്ച സുരേന്ദ്രൻ ഒരു പക്ഷേ നാളെ ജനകീയനായി തീരും. അല്ലെ? നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, സുരേന്ദ്രൻ വളരെ മിതത്വം പാലിച്ചുകൊണ്ടാണ് സന്ദീപ് വാര്യർക്കെതിരെ അദ്ദേഹം തിരിച്ചാരോപണങ്ങൾ ഉന്നയിക്കുകയും ആക്ഷേപങ്ങൾ ചൊരിയുകയും ഒക്കെ ചെയ്തത്. സന്ദീപ് വാര്യർ പോയ വിഷയത്തിൽ വളരെ പക്വതയോടെ അദ്ദേഹം പെരുമാറി. ആകെ ഒരു അബദ്ധമാണ് അദ്ദേഹത്തിന് പറ്റിയത്. അതാ ശിഖണ്ഡി കൗരവ പക്ഷത്ത് നിന്ന് യുദ്ധം ചെയ്ത് വളരെ മോശം, അത് വളരെ ഒരു അബദ്ധം പറ്റിപ്പോയി. അതിന് പിന്നെ അത് പക്ഷെ വലിയൊരു ചർച്ചയായില്ല. ഇവിടുത്തെ എനിക്ക് തോന്നുന്നു മാധ്യമങ്ങൾ പോലും, ദൃശ്യമാധ്യമങ്ങൾ പോലും ആ വിഷയത്തെ വേണ്ടത്ര എടുത്തില്ല. കറക്റ്റ്. അതിന് പകരം ഈ സന്ദീപ് വാര്യരുടെ പോക്ക്, സന്ദീപ് വാര്യർ BJPയോട് നന്ദികേട് കാണിച്ചു, ചതിയാണ്, വഞ്ചനയാണ് എന്നൊക്കെയുള്ള ഒരു ആംഗിളിലാണ് വാർത്തകൾ വന്നത്. അല്ലേ? അതെ, ഇതെല്ലാം വാസ്തവത്തിൽ അറിഞ്ഞോ അറിയാതെയോ കൃഷ്ണകുമാറിന് വളമായി മാറി. പക്ഷെ അതിനിടയിൽ നമ്മളെപ്പോലുള്ള പാവങ്ങൾ ഇതൊക്കെ ചർച്ച ചെയ്തു, സഭ്യമായിട്ട് ഇതൊക്കെ ചർച്ച ചെയ്തു. നമ്മളെല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്തു. പക്ഷെ ഞാൻ അവിടെ എടുത്ത നിലപാടെന്ന് പറഞ്ഞാൽ സന്ദീപ് വാര്യർ കാണിച്ചത് ചതിയാണെന്നല്ല, സന്ദീപ് വാര്യർ ഒരു ബുദ്ധിശൂന്യനാണെന്ന് ഞാൻ ഇപ്പോഴും കരുതുന്നില്ല. ഇത്രയും അദ്ദേഹത്തിൻ്റെ കൂടെ അണിനിരക്കാൻ വേണ്ടിയിട്ട് നിരവധി സംഘപരിവാർ പ്രവർത്തകർ ഉള്ള ഒരു സമയത്ത് ഒരു സീറ്റ് കിട്ടാത്തതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ അത്തരം ചില വിഷയങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് പാർട്ടി വിട്ട് കോൺഗ്രസ്സിലേക്ക് അദ്ദേഹം പോകുമെന്ന് ഞാൻ ഒരിക്കലും കരുതുന്നില്ല.
ബുദ്ധിമാനാണ് സന്ദീപ് വാര്യർ എന്നാണ് ഞാൻ ഇപ്പോഴും അതായത് വിശ്വസിക്കുന്നത്. സ്വയം അദ്ദേഹത്തിന്റെ പുറകിൽ ഒരു വലിയ ശക്തിയുണ്ട്. ആ ശക്തിയുടെ നിയന്ത്രണത്തിലാണ് അദ്ദേഹം ഇപ്പോഴും ഉള്ളത്. നിങ്ങളിപ്പോഴും കരുതുന്നത് സന്ദീപ് വാര്യർ സ്വതന്ത്ര ചിന്താഗതിയോടുകൂടി കോൺഗ്രസ്സിലേക്ക് പോയതല്ല, മറ്റാരുടെയോ പ്രേരണയാൽ BJPക്ക് സഹതാപമുണ്ടാക്കി ജയിപ്പിക്കാൻ വേണ്ടി കോൺഗ്രസ്സിലേക്ക് പോയി എന്നാണ്. അതെ, അതവിടെ നിൽക്കട്ടെ, ഞാൻ അതിനെ നിരാകരിക്കുന്നില്ല, അതിനെ നിഷേധിക്കുന്നില്ല. ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണ്. എന്തായാലും ഈ സന്ദീപ് വാര്യരുടെ പോക്ക് ആടി നിന്ന, കൃഷ്ണകുമാറിൽ നിന്ന് അകന്നു നിന്ന BJP പ്രവർത്തകരെ ഒന്നടങ്കം BJPയുടെ ബാനറിൽ, BJPയുടെ കൊടിക്കീഴിൽ ഒന്നിച്ച് ഒരു മനസ്സോടെ അണിനിരത്തി എന്നുള്ളതാണ് സത്യം. അതാണ് സത്യം. അത് വലിയ തോതിൽ വോട്ടായി. അതിൻ്റെ തെളിവാണ് മുനിസിപ്പാലിറ്റിയിൽ ഇത്രയും വോട്ട് കൂടിയത്. BJPക്ക് സ്വാധീനമുള്ള ബൂത്തുകളിലെല്ലാം 80% പോളിംഗ് നടന്നിരിക്കുകയാണ്. അതായത് BJPയുടെ വോട്ട് 100% പോൾ ചെയ്യപ്പെട്ടു എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പക്ഷേ നാളെ BJP തോറ്റാൽ നമ്മൾ എന്തു പറയും? അല്ല, BJP തോറ്റാലും എനിക്ക് ഒരു വലിയ മാർജിനിൽ BJP തോൽക്കും എന്ന് തോന്നുന്നില്ല. നല്ല മത്സരം നടന്നു. BJP തോറ്റാൽ അതിന് കാരണം എൻ്റെ ഒരു വിലയിരുത്തൽ, വലിയ തോതിൽ കോൺഗ്രസ്സിന് ഈ മുസ്ലിം വോട്ട് കളക്ട് ചെയ്യാൻ പറ്റി. അത് ഒറ്റക്കെട്ടായിട്ട് എന്താ പറയേണ്ടത്, BJP ജയിക്കും, BJPയെ ജയിപ്പിക്കരുത് എന്നൊരു ആംഗിളിൽ, അതായത് BJPയോടുള്ള രാഷ്ട്രീയമായ വിരോധം വെച്ചുകൊണ്ട് അത് കൃത്യമായിട്ട് കോൺഗ്രസ്സിന് ഒന്നിച്ച് പോൾ ചെയ്യപ്പെട്ടിരിക്കുന്നു. കൺസോളിഡേറ്റഡ് വോട്ടാണത്. അങ്ങനെ വന്നാൽ ഈ പറഞ്ഞതുപോലെ BJPയുടെ സാധ്യതകൾക്കൊരു മങ്ങലുണ്ട്. ഇപ്പം നമ്മുടെ ഈ ഇലക്ഷൻ വിശാരദൻ ഒരു CP റാഷിദ് എന്ന് പറഞ്ഞൊരു ഒരാളുണ്ട്. അദ്ദേഹം വളരെ ഭംഗിയായിട്ട് ഈ ഇലക്ഷനുകൾ വിശകലനം ചെയ്ത് പറയാറുണ്ട്. അദ്ദേഹം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം പറഞ്ഞു, പിന്നെ ഇവിടെ തൃശ്ശൂർ സുരേഷ് ഗോപിയുടെ ജയസാധ്യത പറഞ്ഞിരുന്നു, വടകരയിൽ ഷാഫി പറമ്പിൽ വലിയ ഭൂരിപക്ഷത്തിന് വിജയിക്കും എന്ന് പറഞ്ഞു, 80,000-ന് മേളിൽ ഭൂരിപക്ഷം പോവും എന്നൊക്കെ പറഞ്ഞ ആളാണ്. അത് ഏതാണ്ട് അതുപോലെ തന്നെ സംഭവിച്ചു. അത് പക്ഷേ നമ്മുടെ അഡ്വക്കേറ്റ് ജയശങ്കറിനെ പോലുള്ള രാഷ്ട്രീയ നിരീക്ഷകർ രാഹുൽ മാങ്കൂട്ടത്തിലാണ് മുൻതൂക്കം നൽകിയത്. അദ്ദേഹം ജയിച്ചു വരുന്നതാണ്. അല്ല, നിലവിലെ സിറ്റിംഗ് സീറ്റ് കോൺഗ്രസിൻ്റെതാണല്ലോ. അപ്പോൾ കോൺഗ്രസിന് അവിടെ ഒരു മേൽക്കൈ ഉണ്ട്, അതില്ലെന്നല്ല പറയുന്നത്. പക്ഷേ ഈ അടിയൊഴുക്കുകൾ കാണാതിരുന്നുകൂടാ. ഈ അടിയൊഴുക്കുകൾക്ക് വലിയ സാധ്യതയുണ്ട് അവിടെ. ആ അടിയൊഴുക്കിന് ആക്കം കൂട്ടാൻ, അതിന് വേഗം പകരാൻ സന്ദീപ് വാര്യരുടെ ഈ ചുവടുമാറ്റം അല്ലെങ്കിൽ ഈ പാർട്ടി മാറ്റം കാരണമായി എന്നുള്ളതാണ് സത്യം. BJP വാസ്തവത്തിൽ നന്ദി പറയേണ്ടത് ഒന്നാമത് സന്ദീപ് വാര്യരോട്. ഇപ്പം സംഘപരിവാർ പ്രവർത്തകരൊക്കെ ഉള്ളിൽ സന്ദീപേട്ട നന്ദി എന്ന് പറയുന്നുണ്ട്. നന്ദി, നല്ല നമസ്കാരം എന്ന് പറയുന്നുണ്ടാകും. ഇനി രണ്ടാമത്തെ കാര്യം, ഈ പാലക്കാട് MP ശ്രീകണ്ഠനോടും VT ബൽറാമിനോടും BJP കടപ്പെട്ടിരിക്കുന്നു. അവരുടെ കോൺഗ്രസ്സിനുള്ളിലെ ഗ്രൂപ്പുകളിൽ ആ പഴയ I ഗ്രൂപ്പിൻ്റെ മേധാവിത്വം, അതിനകത്ത് പത്മജ ഫാക്ടർ വർക്ക് ചെയ്തത്, രാഹുൽ മാങ്കൂട്ടത്തിലിനെ തോൽപ്പിക്കണമെന്ന് BJPയെക്കാളും കൃഷ്ണകുമാറിനേക്കാളും സുരേന്ദ്രനേക്കാളും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് പത്മജയാണ്. അവിടെ പത്മജ മിണ്ടാതിരിക്കുന്നു. പത്മജയെക്കുറിച്ച് നമ്മുടെ ധാരണ എന്താണ്? കേരളത്തിലെ 14 ജില്ലകളിലും കൃത്യമായിട്ട് അണികളുള്ള സ്വാധീനമുള്ളൊരു നേതാവാണ് പത്മജ. അവർ കോൺഗ്രസ് വിട്ട് വന്നതുകൊണ്ട് തന്നെ കോൺഗ്രസ്സിന് വലിയ നഷ്ടം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ തെളിവ് കൂടിയാണല്ലോ തൃശ്ശൂർ സംഭവിച്ചത്. ഒരു പക്ഷേ അവർ നിന്ന് മത്സരിച്ചാൽ ഈ പറഞ്ഞതുപോലെ ഇവരെല്ലാവരും ചേർന്ന് തോൽപ്പിക്കും. പക്ഷേ അവർക്ക് മറ്റൊരാളെ ജയിപ്പിക്കാൻ സാധിക്കും. അത്രയും സ്വാധീനം അവർക്ക് ഈ തൃശ്ശൂരും പാലക്കാടും ഒക്കെ ഉണ്ട്. അത് വളരെ കൃത്യമായിട്ട് ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. അത് പാലക്കാട് നമുക്കറിയാലോ, DCC പ്രസിഡന്റ് തങ്കപ്പൻ തന്നെ കത്തയച്ചതല്ലേ K മുരളീധരനെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഫാക്ടറും കൂടി അതിനകത്തുണ്ട്. ഈ ശ്രീകണ്ഠനും ബൽറാമും രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ അങ്ങോട്ടുള്ള വരവിനെ ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അവരുടെ അവസരം നഷ്ടപ്പെടുത്തുന്നു. അവരുടെ അവസരം നഷ്ടപ്പെടുത്തി ഭാവിയിൽ ശ്രീകണ്ഠന് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചാൽ അത് വലിയ വെല്ലുവിളിയാണ്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ തോൽപ്പിക്കാൻ പാലക്കാട് കോൺഗ്രസിൽ തന്നെ വലിയ അനേകം ശക്തികളുണ്ട്. ആ ശക്തികൾ ഒരു പക്ഷേ BJPക്കായിരിക്കും ഗുണം ചെയ്തിട്ടുണ്ടാവുമോ അതോ ഇല്ലയോ എന്ന് നമുക്ക് നാളെ അറിയാം. ഇപ്പോൾ അത്
ആ വോട്ട് മാറ്റി LDFിലേക്ക് കൊടുത്തിട്ട് കാര്യമില്ല. LDFിന് അവിടെ ജയസാധ്യതയില്ല. ഇനി LDFിലേക്ക് കൊടുത്താൽ പോലും ഈ BJPയുടെ വോട്ട് BJP പിടിച്ചിരിക്കുന്നത് കൊണ്ട് BJPയുടെ ജയസാധ്യത വളരെ കൂടുതലാണ്. അതെ, അതാണ്. എന്തായാലും നമ്മൾ അമിത ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയല്ല, പക്ഷേ എങ്കിലും BJP നാളെ ജയിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. പല സംഘപരിവാർ പ്രവർത്തകരും, ഇത് കാണുന്ന നിരവധി ആളുകളും BJP ജയിക്കുമെന്ന പ്രാർത്ഥനയിലാണ്. അതോടൊപ്പം തന്നെ ഇത് കാണുന്ന കോൺഗ്രസ്സുകാർ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കട്ടെ എന്ന ആഗ്രഹത്തിലുമാണ്. എന്തായാലും നാളെ അറിയാം ആ സുപ്രധാനമായിട്ടുള്ള ഒരു വിധി, ജനവിധി. അതെ.